ഹായ് ഗായ്സ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ഷെയറി നാട്ടിലിരിക്കുന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഒരു ഓൾമോസ്റ്റ് ഒരു 5 സിനിമ ഉണ്ട് ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നത്. സോ എല്ലാം കൂടി ഒരു വീഡിയോ ഞാൻ ആക്കുന്നില്ല. സോ 2 വീഡിയോ ആയിട്ടായിരിക്കും പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് റൊമാൻസ്, അതേപോലെ ഈ 2 സിനിമ. സോ റൊമാൻസ് പേര് പറയുന്ന പോലെയാണ് ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമ. ഒരു മൈൻഡ്ലെസ് എന്റർടൈനിങ്. നമുക്ക് എന്താ പറയുക, ഒന്നിനെ കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ചിരിച്ച് ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ അവസാനം വരെ ചിരിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അരുൺ ഡി ജോസ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആഷിഖ് ഹുസ്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് അരുൺ ഡി ജോസ്, അതേപോലെ തോമസ് ഡി സെബാസ്റ്റ്യൻ, വിഷ്ണു എന്നിവരാണ് സിനിമ എഴുതിയിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, മാത്യു തോമസ്, കലാഭവൻ ഷാജാൻ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ. ഭയങ്കര ഒരു വലിയ താരനിര സിനിമ. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന്റെ ഡയറക്റ്റ് ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇതൊരു ഭയങ്കര വലിയ സിനിമയാണ്, ഒരു ഭയങ്കര കഥയുമാണ്, അങ്ങനെയൊന്നും പ്രതീക്ഷ നിങ്ങൾ പോകുന്നത്. ഒരു നോർമൽ സിനിമ, ഒരു സാധാ സിനിമ, അല്ലെങ്കിൽ ചിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ സിനിമ കാണണം നിങ്ങളെ പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയാണ്. അപ്പം ഞാൻ ആ ഒരു ചിരിക്കാം, ഒരു കോമഡി പടം, അല്ലെങ്കിൽ ഒരു അടിപൊളിയായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പടം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഫുള്ളി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് പോകുന്നത്. അവനും സാറ്റിസ്ഫൈഡ് ആകും, ഞാനും സാറ്റിസ്ഫൈഡ് ആകും. സോ റൊമാൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ മൈൻഡ്ലെസ് ആയിട്ട് നമുക്ക് ഒന്നിനെ കുറിച്ച് ആലോചിക്കാൻ ചിരിച്ച് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. എനിക്ക് എടുത്തു പറയാനുള്ളതാണ്, ഈ സിനിമയിൽ എല്ലാവരും, ഞാൻ പറഞ്ഞ ഈ കാസ്റ്റ് ഫുൾ, അവർക്ക് എല്ലാവരും ഒരു ഹ്യൂമർ ഫോഴ്സുണ്ട്. എല്ലാവർക്കും ഒരു ഹ്യൂമർ സൈഡ് കൊടുത്തിട്ടുണ്ട്. അതാരും വെറുപ്പിച്ചിട്ടില്ല. ഇപ്പം എന്താ പറയുക, അർജുൻ അശോകൻ തൊട്ട് മഹിമ നമ്പ്യാരാണെങ്കിലും അല്ലെങ്കിൽ മാത്യു തോമസ് ആണെങ്കിലും, കാരണം എല്ലാവർക്കും ഒരു ട്രെയിറ്റ് ഉണ്ട്. ഈ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. അർജുൻ അശോകൻ ഭയങ്കര പാവത്താൻ കിട്ടുകയാണ്. പുള്ളി ക്ലൈമാക്സിൽ ഒരു അവസാനത്തെ 1/2 മണിക്കൂർ പുള്ളി തകർത്തിട്ടുണ്ട്. മാത്യു തോമസ് ഭയങ്കര അഗ്രസീവ് ആയിട്ടൊരു ജെൻസി കിട്ടാണ്. കിട്ടുന്നല്ല, ഒരു വലിയ യങ്സ്റ്ററാണ്. സോ പുള്ളിക്ക് ഒരു ട്രെയിറ്റ് ഉണ്ട്, പുള്ളി ഇങ്ങനെയാണ്. അപ്പൊ പുള്ളിക്ക് ചില ലവ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരിക്കലും പുള്ളി അത് വെറുപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിഹരസുധൻ എന്ന് പറയുന്ന സംഗീത് പ്രതാപിന്റെ ക്യാരക്ടർ, അത് ഞാൻ അങ്ങോട്ട് വരാം. കലാഭവൻ ഷാജാൻ, ഇതിലെ ക്യാരക്ടർ പുള്ളി ഡോൺലി എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഒരു കാരണമുണ്ട്, കവി പ്രസവമാണെന്ന് മനസ്സിലാവും. മഹിമ നമ്പ്യാർ, പുള്ളിക്കാരി ഒരു കാസർഗോഡുകാരിയാണ്. അപ്പം അത് പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് കാസർഗോഡ്, നമുക്ക് എത്ര പേർക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ഭയങ്കര ദേഷ്യ സങ്കടമൊക്കെ വരുന്നത്. നമ്മിനി എത്ര ഭയങ്കര എന്താ പറയുക, മെച്ചോറായിട്ട് സംസാരിച്ചാലും ദേഷ്യം സങ്കടമൊക്കെ വരുമ്പോൾ നമ്മുടെ ആ ഒരു നമുക്ക് ആദ്യം തൊട്ടുള്ള ഒരു ചില വാക്കുകൾ, ചില പുറത്തു വരും. അത് പുള്ളിക്കാരി ഇതിനകത്ത് ചിലയിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. പുള്ളിക്കാരി കാസർഗോഡ് ഭാഷ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, അതും പ്രവർത്തിച്ചിട്ടുണ്ട്. സോ അതാണ് ആക്ച്വലി ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു, നമ്മളെ സിനിമ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്തുവാടി ഇങ്ങനെ തോന്നുന്ന ചില മൊമെന്റ്സ് വരും ചില സിനിമ. അങ്ങനെ ഒരു മൊമെന്റ് എനിക്ക് സിനിമയിൽ തോന്നിയില്ല. ചിലപ്പോൾ തോന്നുമായിരിക്കും, പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. വേറെ ഒന്നുകൊണ്ടല്ല, ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൽ OTT വരുമ്പോൾ ചില കോമഡികളൊക്കെ ഇതെന്തോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത് കയറി മുറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ സിനിമ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇപ്പോഴും എനിക്കൊന്നും വണ്ടിക്ക് ആയതുള്ളൂ, ഇപ്പോഴും തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ആ സിനിമ പോയി കാണാൻ ശ്രമിക്കുക, തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പൊ അടുത്ത സിനിമ ദാവീദ്. ഒരു മകൾ, ആ മകൾക്ക് തന്റെ അച്ഛനാണ് ഏറ്റവും വലിയ ഹീറോ. താൻ കേൾക്കുന്ന എല്ലാ കഥയും പുള്ളിക്കാരനാണ് പുള്ളിക്കാരിക്ക് ഹീറോ. അങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പുള്ളിക്കാരിയുടെ ആ വിശ്വാസം, പുള്ളിക്കാരിക്ക് എന്നൊരു സംശയം തോന്നി, തന്റെ അച്ഛൻ ഒരു ഹീറോ തന്നെയാണ്. ആ ഒരു തോന്നൽ പുള്ളിക്കാരി അച്ഛനോട് പറയുമ്പോൾ ആ അച്ഛനുണ്ടാവുന്ന ഒരു സങ്കടവും
ആ വിശ്വാസം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന് തോന്നുന്ന ഒരു ഭാഷയിൽ നിന്നാണ് ഈ സിനിമ നെക്സ്റ്റ് ട്രാക്കിലോട്ട് പോകുന്നത്. ഒരു ഇടിപ്പടം എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത്. പക്ഷെ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതൊരു ഇടിപ്പടം മാത്രമല്ല, ഇതൊരു ഫാമിലി ഇടിപ്പടമാണ്. ഫാമിലിക്ക് വേണ്ടി ഇടിക്കാൻ ഇറങ്ങുന്ന ഒരു നായകൻ. അതാണ് ഇതിൽ പെപ്പെ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്ര ആവശ്യപ്പെടുന്ന റേറ്റ് നീങ്ങുന്നത്. തൻ്റെ മകൾക്ക് വേണ്ടിയാണ് താൻ രണ്ടാമത് ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഭാര്യ ഭർത്താവായിരിക്കണം എന്ന ഉറപ്പോടെയാണ് പുള്ളി വരുന്നത്, പുള്ളിയാണ് ഒരു ഇറങ്ങിത്തിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഫാമിലിക്ക് വേണ്ടി പുള്ളി ഇറങ്ങിത്തിരിക്കുന്നതാണ് ആക്ച്വലി കഥയുടെ ഒരു ആ ഒരു കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സോ ഒരു ഫാമിലി ഇടിപ്പടമാണ്, ഫാമിലിക്ക് വേണ്ടി ഇടിക്കാറുണ്ട് ഒരു നായകന്റെ കഥ. അത് ആ നായകൻ വിജയിക്കുന്നു ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു സ്പോർട്സ് ഡ്രാമയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഇതിലെ കാസ്റ്റിനെ കുറിച്ച് വരുമ്പോഴത്തേക്കും ബിജുമോൾ ജോസഫ്, അതേപോലെ ഷൈജു കുറുപ്പ്, വിജയരാഘവൻ ചേട്ടൻ, അജു വർഗീസ് എക്സ്റ്റൻഡഡ് ക്യാമിയോ പോലെ വരുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയുന്നത് ഇപ്പൊ ഒരു സിനിമയിൽ ഇതേപോലെ ഒരു ആക്ഷൻ ഡ്രാമ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്റർടൈനറിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ആ സിനിമയിലെ വില്ലനായിരിക്കും. കാരണം ഏതൊരു സിനിമയാണെങ്കിലും ആ വില്ലൻ എത്രത്തോളം ശക്തനാവുന്നു അത്രത്തോളം ശക്തനായിരിക്കും നമ്മുടെ. സോ അതേപോലത്തെ ഒരു സിനിമയിൽ ഹീറോയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് വില്ലൻ. ഇതിൽ മോ ഇസ്മായിൽ എന്ന് പറയുന്നത് എനിക്കൊരു റഷ്യൻ ആക്ടറാണോ അല്ലെങ്കിൽ ബോക്സർ ആണോ എനിക്കൊരു വ്യക്തതയില്ല. പക്ഷെ പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുള്ളി സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു കാണിക്കും പുള്ളി ആരാണ്, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ ഒരു എക്സ്ട്രീം ടെറോർനെസ് നമുക്ക് കാണിച്ചു തന്നിട്ടാണ് പിന്നെ ഹീറോയുടെ റെവല്യൂഷൻസിനോട് പോകും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതെങ്ങനെ അവസാനിക്കും, അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെയായിരിക്കും, ആരായിരിക്കും ജയിക്കുന്നത്. കാരണം രണ്ടുപേർക്കും രണ്ട് വിധത്തിലുള്ള റീസൺസ് ആണ്. അവർക്ക് അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. സോ ആരായിരിക്കും ജയിക്കുന്നത് അല്ലെങ്കിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് ക്യൂരിയോസിറ്റി ലാസ്റ്റ് വന്നിട്ട് ക്ലൈമാക്സ് ചെറിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് തോന്നിയ ഒരു ക്ലൈമാക്സ് ആണ്, നല്ലൊരു ക്ലൈമാക്സ് ആണ്. സോ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഗോവിന്ദ് വിഷ്ണുവാണ്. ഇത് എഴുതിയിരിക്കുന്ന എനിക്കൊരു ദീപു രവീന്ദ്രൻ ഗോവിന്ദ് വിഷ്ണു ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. സോ നല്ലൊരു ഫാമിലി എഡിപ്പണം ഇത് ഞാൻ സജസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം. ഇത് ഈ രണ്ട് സിനിമ മാത്രമല്ല, എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, ആസ്വദിക്കുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. സോ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലോട്ട് ഇനിയും വരാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക, അത് മറക്കരുത്. ആ ബെല്ലൈക്കണും കൂടി മുകളിലേക്കാം. സോ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സോ അതുവരെ